പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയുമായി നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത്. ദേവബാലയുടെ അസുഖം വീണ്ടും കൂടിയിരിക്കുകയാണ്. ഇതോടെ ദേവരാജനാകെ ഭയന്നു പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചതല്ല. ഇതോടെ വൈദ്യർ അഭിഷേകിനെ തിരികെ കൊണ്ടുവന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ദേവബാലയുടെ കാര്യം ഇതിലും മോശമാകും. ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം. ഇത് കേൾക്കുന്ന ദേവരാജനാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിന്ന് പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയതല്ല. അഭിഷേകിനെ തിരികെ കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വൈദ്യർക്കും അറിയാമല്ലോ. ഞാൻ എന്തു ചെയ്യും? ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ എന്നെ വലയ്ക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ. കാര്യങ്ങളെല്ലാം ദേവരാജനും അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ദേവബാല ഇഷയുടെ വീട്ടിലേക്ക് പോകുന്നത്. ആരോടും പറയാതെ ഇഷയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ദേവബാല, അബി എവിടെ? എനിക്ക് അബിയെ കാണണം എന്നുള്ള കാര്യം പറയുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഇഷ, ഇവിടെ ഒരു അബിയുമില്ല, നിനക്ക് അവനെ കാണാൻ സാധിക്കുകയുമില്ല, നീ തിരികെ പോകുന്നതാണ് നല്ലത്. ഇല്ല, അബിയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഇതോടെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്നും ചന്തു വരുമെന്നും വ്യക്തമാകുകയാണ് ഇഷ. ചന്തുവിൻ്റെ പേര് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്ന ദേവബാല ആകെ തളർന്നു പോവുകയാണ്. ഇതിനിടയിലാണ് ലീഗലായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് അബിയും വരുന്നത്. മാത്രവുമല്ല, നമ്മളുടെ കുഞ്ഞിന് വേണ്ടി പുതിയൊരു ജീവിതം ഒരുമിച്ച് തുടങ്ങുകയും വേണം. അത് ഇനിയും വൈകിക്കും തോറും കാര്യങ്ങൾ കൈവിട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന അബി ഇതേ തുടർന്ന് നിയമപരമായി ഡിവോഴ്സ് നേടണമെന്ന് ഇഷയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഡിവോഴ്സിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.